തെക്കൻ കേരളത്തിലേക്ക് വളരെയധികം പ്രചാരത്തിലുള്ള പിടിയും കോഴിയും. ഇന്ന് ഞാൻ അതിൻ്റെ വെജ് വീഗൻ വേർഷനാണ് ഉണ്ടാക്കുന്നത്, പിടിയും മസാലക്കറിയും. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. എന്നാലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ആദ്യം നമ്മൾ പിടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് 2 കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. പുട്ടുപൊടി പോലെയുള്ളതല്ല, തരിതരിപ്പല്ല, സ്മൂത്തായിട്ടുള്ള പത്തിരിപ്പൊടി. അതിലേക്കായിട്ട് ഒരു 3/4 ടീസ്പൂൺ ജീരകവും ഒരു 3/4 ടീസ്പൂൺ തന്നെ ഉപ്പും ചേർക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുക്കാം, പക്ഷെ ജീരകം ഈ അളവിൽ കൂടി പോകരുത് കേട്ടോ. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം, നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഉപ്പ് എല്ലാ ഭാഗത്തും ഒരേപോലെ വേണമല്ലോ. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. പാകത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കപ്പ് അരിക്ക് 3 മുതൽ 4 കപ്പ് വരെ വെള്ളം വേണ്ടി വരും, തിളച്ച വെള്ളം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിപ്പൊടി പാക്കറ്റിൽ ബ്രാൻഡിനനുസരിച്ച് ചിലപ്പം വറവ്, അതിൻ്റെ അരിയുടെ വറവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. അപ്പോൾ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് പാകം നോക്കി കുഴയ്ക്കും. തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം ഒഴിച്ച പാടെ കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഒന്ന് ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കൂൾ ഡൗൺ ആയി കഴിഞ്ഞാൽ കൈകൊണ്ട് നന്നായിട്ട് നീഡ് ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ ഒന്ന് കൂൾ ഡൗൺ ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ നീഡ് ചെയ്യൊന്നും വേണ്ട, കുഴച്ചെടുക്കൊന്നും വേണ്ട. ഒന്ന് സ്മൂത്താക്കി എടുത്താൽ മതി. ഇതുപോലെ ഒന്നാക്കിയെടുത്താൽ മതി. ഇനി ഇതുപോലെ ഒരു ബൈറ്റ് സൈസിലുള്ള ഉരുളകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കണം. ഒരേ അളവിലുള്ള മാവ് എടുത്തു കഴിഞ്ഞാൽ ഒരേ വലുപ്പത്തിലുള്ള ഉരുളകൾ കിട്ടും നമുക്ക്. അപ്പോൾ ഈ മാവ് മുഴുവൻ ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 4 പേർക്കുള്ള സുഖമായിട്ട് കഴിക്കാവുന്ന ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. ഇതവിടെ മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി പിടിയിലേക്കുള്ള ആ ഗ്രേവി അല്ലെങ്കിൽ നമ്മുടെ സോസിനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം നമുക്ക്. ഞാനൊരു 4 + 1 5 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളക്കട്ടെ കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിടിയുടെ ഗ്രേവി അല്ലെങ്കിൽ സോസ് ഒന്ന് സ്പൈസപ്പ് ആക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു കൂട്ട് ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 5-6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി. വെള്ളം തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു കൂട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം, ഒരു മിനിറ്റ് നേരം ഒന്ന് തിളയ്ക്കാൻ വെക്കാം. കാരണം ഈ മസാലയെല്ലാം കൂടി അതിൻ്റെ ടേസ്റ്റ് എല്ലാം ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങി കിട്ടണം. ഇപ്പോൾ ഇതാ വെള്ളം 1 മിനിറ്റ് നേരമായി വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ ചേർത്ത മസാലയുടെ രുചിയെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അരി ഉരുളകൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ. നല്ലതായിട്ട് വെട്ടി തിളയ്ക്കുന്ന പാകത്തിന് തന്നെ വെള്ളം വേണം. മീഡിയം ഫ്ലെയിമെന്ന് കുറച്ച് കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അരി ഉരുളകൾ ചേർക്കുമ്പോൾ വെള്ളം നല്ലോണം വെട്ടി തിളയ്ക്കുന്ന പാകത്തിനല്ലാന്നുണ്ടെങ്കിൽ ഉരുളകൾ പൊട്ടിപ്പോകും. വേറൊരു കാര്യം കൂടിയുള്ളത്, അരി ഉരുളകൾ ചേർത്ത് കൊടുത്ത പാടെ തവി വെച്ചിട്ട് ഇളക്കാൻ പാടില്ല. ഒരു മിനിറ്റ് നേരം അങ്ങനെ തിളച്ച് 1-2 മിനിറ്റ് നേരം അങ്ങനെ തിളച്ചതിന് ശേഷം മാത്രം ഒരു തവിയുടെ വാൽ ഭാഗം വെച്ചിട്ട് മാത്രം ഇളക്കി കൊടുക്കുക. ഇനി ഒരു 8-10 മിനിറ്റ് നേരം വെള്ളത്തിൽ കിടന്നിട്ടൊന്ന് തിളക്കട്ടെ. ഇടയ്ക്കൊന്ന് സ്പൂണിൻ്റെ വാലുകൊണ്ടോ തവിയുടെ വാലുകൊണ്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി പിടിയുടെ ഗ്രേവി അല്ലെങ്കിൽ സോസിൻ്റെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ട്രിക്ക് ഉണ്ട്. അതിനു വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പത്തിരിപ്പൊടി തന്നെ എടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. അത് ലംസ് ഒന്നും ഇല്ലാതെ, കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അരി അതിൽ വെള്ളത്തിൽ അലിയിച്ചെടുക്കാം. ഈ ഒരു അരിപ്പൊടിയുടെ സ്ലറി പിടി വെന്തതിന് ശേഷം മാത്രമേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഗ്രേവി അങ്ങ് കട്ടിയായി പോവുകയും ചെയ്യും, പിടി വേവുമില്ല.
പക്ഷെ ഇവിടെ ഞാനിത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പിടി വേവാൻ ഞാൻ പാകത്തിന് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, 5 കപ്പ് വെള്ളം. അതിൽ കിടന്ന് പിടി തിളയ്ക്കുമ്പോൾ നാച്ചുറലി ഉണ്ടാകുന്ന ആ ഒരു തിക്നെസ്സാണ് ഞാൻ എടുക്കുന്നത്. അത് കുറച്ച് ഇരുന്ന് കഴിയുമ്പോഴേക്കും അത് കുറച്ചുകൂടി ഒന്ന് തിക്കാവുകയും ചെയ്യും. അപ്പോൾ ഈ അവസ്ഥയിൽ ഞാൻ അരിപ്പൊടി കലക്കിയത് ഒഴിച്ചു കൊടുത്താൽ കൂടുതൽ കട്ടിയായിപ്പോവും. ഇവിടെ ഇപ്പോൾ നമ്മുടെ പിടിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി ഒരു 250 ml, അതായത് 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ തവി അതുപോലെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പിടിയൊക്കെ നല്ലോണം വെന്തിട്ടാണ് ഇരിക്കുന്നത്, ഉടഞ്ഞു പോവില്ല. അതുകൊണ്ട് ഒരു തവി വെച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പിടി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുപ്പത്തൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തേങ്ങയൊന്നും വറുത്തരക്കേണ്ട ആവശ്യമില്ലാത്ത വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ പീസ് മസാലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 മുതൽ 3 ടീസ്പൂൺ വരെ വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി തോലോടുകൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് കുക്കാവട്ടെ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വലിയുള്ളി നീളത്തിൽ അരിഞ്ഞതാണ്. ഒരു വലിയ ഉള്ളി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയുള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ വലിയുള്ളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി അതിൻ്റെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതായിപ്പോൾ ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൽ പകുതി ഞാനങ്ങ് മാറ്റി വെക്കാൻ പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് വേണമെങ്കിൽ തീ ഒന്ന് കുറച്ച് വെക്കുകയോ ഇല്ലെങ്കിൽ തീ ഓഫ് ആക്കുകയോ ചെയ്യാം കേട്ടോ. വല്ലുള്ളി പകുതി മാറ്റിയിട്ട് ഞാൻ മിക്സറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഉള്ളി മിക്സിയിൽ അരച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഈ പാനിലിരിക്കുന്ന ഉള്ളിയിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് വെച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചേർത്ത മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും ഉള്ളിയിലും മഞ്ഞ നിറം പിടിച്ചു കിട്ടും. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഡൈസ് ചെയ്ത് വെച്ച കഷ്ണങ്ങളാക്കി വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 175 ഗ്രാം വരെ വരും കേട്ടോ. കൂടെ തന്നെ ഒരു 100 ഗ്രാം പട്ടാണിക്കടലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്നത് ഉണക്ക പട്ടാണിക്കടലയാണെങ്കിൽ തലേ ദിവസം കുതിർത്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. ഉരുളക്കിഴങ്ങും പട്ടാണിക്കടലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മഞ്ഞൾപ്പൊടിയിലൊന്ന് പെരണ്ട് വരുന്നത് വരെ മാത്രം മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടില്ലേ കറി മസാലപ്പൊടിയുടെ, അതേ പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഉള്ളിയില്ലേ മിക്സിയിൽ അരച്ചെടുത്തത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, പിടിയുടെ ഗ്രേവിയിലും ഉപ്പുണ്ട് എന്നുള്ളത്. അടുത്തത് ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. പാകത്തിന് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇത്രയും അളവ് പച്ചക്കറിക്ക് 1 കപ്പ് വെള്ളം മതി. ചൂടുവെള്ളം വേണമെന്നൊന്നുമില്ല, പച്ചവെള്ളം ആയാലും മതി. പച്ചക്കറികൾ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന വിധത്തിൽ ഒന്ന് ഇളക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ. 2 വെജിറ്റബിൾസും പെട്ടെന്ന് വേവുന്നതാണ്. 2 വിസിൽ കഴിഞ്ഞ് ആവിയൊക്കെ പോയി കഴിയുമ്പോൾ കുക്കർ തുറന്നാൽ നമ്മുടെ മസാലക്കറി റെഡിയാണ്. പൊട്ടറ്റോ പീസ് മസാലക്കറി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. ഇനി മസാലക്കറി ഇൻക്ലൂഡ് ചെയ്തതിന് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അതും കമൻ്റായി വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.